എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ITI രണ്ടാം വർഷ ട്രെയിനീസിനുള്ള എൻജിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സിലബസാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മെക്കാനിക്കൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റാണ്. അപ്പോൾ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു. എൻജിനീയറിംഗ് ട്രേഡുകൾക്ക് പ്രത്യേകിച്ച് കോമൺ സിലബസാണ്. എന്നാൽ ഡ്രോയിങ് എന്ന് പറയുന്ന എൻജിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള സിലബസുകളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതിലൊന്ന് മെക്കാനിക്കൽ ഗ്രൂപ്പിനും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, IT ഗ്രൂപ്പുകൾക്കായിട്ട് മറ്റൊരു സിലബസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മെക്കാനിക്കൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സിലബസാണ്. ഇതാണ് സിലബസ്. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സിലബസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് കാണാം റിവൈസ്ഡ് സിലബസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, റിവൈസ്ഡ് സിലബസ്. അതിൽ ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് മെക്കാനിക്കൽ ട്രേഡ് ഗ്രൂപ്പുകളാണ്. അതിൽ പ്രധാനമായിട്ടും 22ഓളം ട്രേഡുകൾ അവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മെക്കാനിക്കൽ ട്രേഡുകൾ മാത്രം ഉൾപ്പെട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സിലബസിലേക്കൊന്ന് കടക്കാം. ഒന്നാമത്തത് കൺസ്ട്രക്ഷൻ ഓഫ് സ്കെയിൽസ് ആൻഡ് ഡയഗണൽസ്. ഫസ്റ്റ് വൺ, കൺസ്ട്രക്ഷൻ ഓഫ് സ്കെയിൽസ് ആൻഡ് ഡയഗണൽസ്. അതിന് സമയം അലോട്ട് ചെയ്തിട്ടുള്ളത് 4 മണിക്കൂറാണെന്ന് കാണാം. അപ്പോൾ പ്രധാനമായിട്ടും ഡിഫറെൻറ്റ് സ്കെയിൽ, എന്താണ് സ്കെയിൽ എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് സ്കെയിലുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഡ്രോയിങ്. അപ്പോൾ അത് കുറച്ച് സിമ്പിൾ കാൽക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ ഡ്രോയിങ് എല്ലാം ചെയ്യുന്നത്. അതാണ് ആ സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുപോലെ സെക്കൻഡ് വൺ, കോണിക് സെക്ഷൻ. കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിൽ 2 പിക്ചറുകളാണുള്ളത്. ഒന്ന് എലിപ്സ്, അത് തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പരാബോള, അതും ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കൂടെ വേണമെങ്കിൽ ഹൈപ്പർ ബോളയും നമുക്കതിൽ ചേർത്ത് വാക്കാം. എങ്കിലും സിലബസ് പ്രകാരം ഈ 2 പിക്ചറുകളിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് വളരെ പ്രധാനപ്പെട്ടാണ്. അതിന് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം, അതായത് സിലബസ് പ്രകാരം 3 മണിക്കൂറാണ്. മൂന്നാമത്തെ സെക്ഷൻ സ്കെച്ചസ് ഓഫ് നട്ട്സ്, ബോൾട്ട്, സ്ക്രൂ ത്രെഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോക്കിംഗ് ഡിവൈസ്, എക്സാമ്പിൾ ഡബിൾ നട്ട്, കാസ്റ്റൽ നട്ട്, പിൻ, എക്സെട്ര. അപ്പോൾ അവിടെ ടോട്ടൽ 6 മണിക്കൂറാണ് ആ സെക്ഷനിലുള്ളത്. അപ്പോൾ 6 മണിക്കൂറിൽ നിങ്ങൾക്ക് പഠിച്ച് തീരേണ്ടത് നട്ട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നട്ട്സ്, വിവിധ തരത്തിലുള്ള നട്ട്, അത് എങ്ങനെയൊക്കെയാണ് ഡ്രോയിങ് ചെയ്യുന്നത്, അതിൻ്റെ വിത്ത് ഡയമെൻഷനോടുകൂടി എങ്ങനെയൊക്കെ ഡ്രോയിങ് ചെയ്യുന്നു. അതുപോലെ ബോൾട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡുകൾ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോക്കിംഗ് ഡിവൈസസ്, അത് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ആ സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ്, എങ്കിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ഒരു സെക്ഷൻ കൂടിയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്, സ്കെച്ചസ് ഓഫ് ഫൗണ്ടേഷൻ. അവിടെ പ്രധാനമായിട്ടും ഒരു 4 ടൈപ്പോളം ഫൗണ്ടേഷൻ ബോൾട്ടുകൾ, അതൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. 8 മണിക്കൂർ നിങ്ങൾക്ക് കാണാം. 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എക്സാമിന് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സെക്ഷനും കൂടിയാണ് ഈ 4ാമത്തെ സെഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, മുകളിൽ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, എങ്കിലും കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് മാത്രം. 5ാമത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്. യഥാർത്ഥത്തിൽ 5ാമത്തത് 2 ഡിഫറെൻറ്റ് ടോപ്പിക്കുകളാണ്. ഒന്ന് റിവറ്റ്, ഓക്കെ, റിവറ്റ്, അതുപോലെ തന്നെ വെൽഡഡ് ജോയിൻറ്റ്. ഈ 2 കാര്യങ്ങളും പെർമനൻറ്റ് ജോയിൻറ്റുകളാണ്. അപ്പോൾ റിവറ്റ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവറ്റ് ജോയിൻ്റ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡയഗ്രാം, അതിൻ്റെ ഡീറ്റെയിൽഡ് ഡയഗ്രാം തന്നെ പഠിക്കാനുണ്ട്. അതും ഈ പറയുന്ന പോലെ 10 മണിക്കൂർ ടോപ്പിക്കാണ് ടോട്ടൽ. 10 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് വളരെ വിശദമായി ഡ്രോയിങ് ചെയ്യാനുള്ളതാണ്. വിത്ത് ഡയമെൻഷനൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇക്വേഷൻസൊക്കെ, സിമ്പിൾ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പഠിക്കേണ്ട 2ാമത്തെ ഘട്ടം വെൽഡഡ് ജോയിൻറ്റ്, ടൈപ്സ് ഓഫ് വെൽഡഡ് ജോയിൻറ്റ് ഏതൊക്കെയാണ്, അതും നല്ല രീതിയിൽ പഠിച്ചെടുക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് വൺ, സ്കെച്ചസ് ഓഫ് പൈപ്സ് ആൻഡ് പൈപ്പ് ജോയിൻറ്റ്, 6ാമത്തെ ടോപ്പിക്ക്. സ്കെച്ചസ് ഓഫ് പൈപ്പ് ആൻഡ് പൈപ്പ് ജോയിൻറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ, മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻ്റാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യം തന്നെ കണ്ടിട്ടുണ്ടാവും, എങ്കിലും അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ ഇതുവരെ നടത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ പൈപ്പ് ജോയിൻറ്റ് ഏതൊക്കെയാണെന്നും അതിൻ്റെ പേരുകളും അതിൻ്റെ സ്കെച്ചസും കാര്യങ്ങളൊക്കെ ആ സെഷനിൽ പഠിക്കേണ്ട. അതിനും അലോട്ട് ചെയ്തിരിക്കുന്ന സമയം മുകളിൽ സൂചിപ്പിച്ച അതേപോലെ തന്നെ 10 മണിക്കൂറുകളാണ്. ഇനി അടുത്തത് 7ാമത്തത് അസംബ്ലി വ്യൂ ഓഫ്, താഴെ കാണിച്ചിട്ടുണ്ട്, വി ബ്ലോക്ക്, ബുഷ് ആൻഡ് ബെയറിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്ലിംഗ്, അതിൽ തന്നെ മഫ് കപ്ലിംഗ്, ഹാഫ് ലാപ്പ് കപ്ലിംഗ്, ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്,
എന്നൊക്കെ പറഞ്ഞ് എക്സെട്ര. അതുപോലെ തന്നെ സിമ്പിൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എക്സാമ്പിൾ വൈസ്, ഡ്രോയിങ് ഡീറ്റെയിൽസ് ഓഫ് 2 മേറ്റിംഗ് ബ്ലോക്സ് ആൻഡ് അസംബ്ലി വ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ അസംബ്ലിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്. അതായത് നമുക്ക് സെക്കൻഡ് ഇയർ ട്രെയിനീസിനെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കൽ ഗ്രൂപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുകളിലൊന്നാണ് അസംബ്ലി ഡ്രോയിങ്. അസംബ്ലി ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല എങ്കിലും അതിൻ്റെ ഒരു സിമ്പിൾ രൂപം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു പേന എടുത്തിട്ട് ആ പേനയ്ക്ക് എന്തൊക്കെ ഭാഗങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തൊരു ടേബിളിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ പിന്നീട് നിങ്ങളോട് പറയുകയാണ് അതൊരു പേനയുടെ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് പാർട്സാണ്. ഓക്കെ, അതിനെ മുഴുവൻ യോജിപ്പിച്ചൊരു പേനയാക്കി വെച്ച് കഴിഞ്ഞാൽ അതെന്തായി? അസംബ്ലി ആയി. അപ്പോൾ അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീനും ഇതുപോലെ അസംബ്ലി ഡ്രോയിങ്ങിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് അവിടെ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കൂടാതെ സിമ്പിളായിട്ടുള്ള മറ്റ് കുറച്ച് അസംബ്ലി ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് അതും കൂടി പഠിക്കുന്നതും വളരെ ഉചിതമായിരിക്കും. അപ്പോൾ ഇതിന് അനുവദിച്ചിരിക്കുന്ന സമയം നിങ്ങൾ നോക്കുക, 25 മണിക്കൂറാണ്. അപ്പോൾ അത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. ഇനി ലാസ്റ്റ് വൺ, 8ാമത്തെ ടോപ്പിക്, സ്കെച്ച് ഓഫ് ഷാഫ്റ്റ് ആൻഡ് പുള്ളി, ബെൽറ്റ്, ബിയർ ആൻഡ് ഗിയർ ഡ്രൈവ്. ഓക്കെ, ഗിയർ ആൻഡ് ഗിയർ ഡ്രൈവ്. അപ്പോൾ ഷാഫ്റ്റ്, പുള്ളി, അതുപോലെ തന്നെ ബെൽറ്റ്, ഗിയർ ആൻഡ് ഗിയർ ഡ്രൈവ്, ഇതിൻ്റെയൊക്കെ സ്കെച്ചസ്. അതിനും അനുവദിച്ചിരിക്കുന്ന സമയം നോക്കുക, 14 മണിക്കൂറുകളാണ്. ഇത്തരത്തിൽ ആകെ ടോട്ടൽ നിങ്ങൾക്ക് 80 മണിക്കൂറിൽ കഴിയുന്ന രീതിയിലാണ് മെക്കാനിക്കൽ ഗ്രൂപ്പിൻ്റെ എൻജിനീയറിംഗ് ഡ്രോയിങ് സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിലബസ്. അപ്പോൾ ഇതിനനുസരിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് നന്നായിട്ട് പഠിക്കാനുള്ള സിലബസാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈ ഡ്രോയിങ്ങിൻ്റെ സിലബസ് ഒന്ന് കൈകാര്യം ചെയ്യുക. നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം.